അന്നേരം നമ്മൾ ഡാക്കിൻ്റെ സ്പെസിഫിക്കേഷൻ പഠിച്ചു. ഇനി നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത് ADC അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സിൻ്റെ സ്പെസിഫിക്കേഷനാണ്. അന്നേരം നമ്മൾ നേരത്തെ ഡാക്ക് പഠിച്ചപ്പോൾ മൾട്ടിപ്പിൾ ഡിജിറ്റൽ ഇൻപുട്സ് വരും, ഒരു സിംഗിൾ അനലോഗ് ഔട്ട്പുട്ടായിരുന്നു. ഇവിടെ നേരെ തിരിച്ച് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ആകുമ്പം ഇൻപുട്ട് കൊടുക്കുന്നത് അനലോഗ് സിഗ്നലാണ്. അന്നേരം നമ്മൾ ഒരു സിംഗിൾ അനലോഗ് ഇൻപുട്ട് കൊടുക്കും, നമുക്ക് എന്താണ് ഡിജിറ്റൽ ഔട്ട്പുട്ട്, ഡിജിറ്റൽ വേർഡ് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടും. ഇവിടെയും എന്തുണ്ട്, ഒരു വി റെഫറൻസ് ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം. ഇനി ഈ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു അനലോഗ് സിഗ്നലാണ്, അതിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ട്. അത് നമ്മൾ ക്വാണ്ടൈസ് ചെയ്താണ് n ബിറ്റ് ഡിജിറ്റൽ വേർഡാക്കി മാറ്റുന്നത്. അന്നേരം ഇതിൻ്റെ കേസിലുള്ള നമ്പർ ഓഫ് ക്വാണ്ടൈസേഷൻ ലെവൽസ് എന്ന് പറയുന്നത് 2n ആയിരിക്കും. അന്നേരം ഇവിടുത്തെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിലെ ക്വാണ്ടൈസേഷൻ ലെവൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2n ആയിരിക്കും. അന്നേരം നമുക്ക് ഈ ഫിഗറിൽ കാണുന്നത് ഒരു ട്രാൻസ്ഫർ കർവാണ്, ഒരു ഐഡിയൽ ADCയുടെ ട്രാൻസ്ഫർ കർവാണ്. രണ്ടാമത്തെ ഫിഗർ ബി എന്ന് പറയുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടൈസേഷൻ എററാണ് കാണിക്കുന്നത്. ആദ്യത്തെ ഫിഗർ എന്ന് പറയുന്നത് ഒരു ഐഡിയൽ ADCയുടെ ട്രാൻസ്ഫർ കർവാണ്. ട്രാൻസ്ഫർ കർവ് വരയ്ക്കാൻ നമുക്കറിയാമല്ലോ, എപ്പോഴും x ആക്സിസിൽ എടുക്കുന്നത് ഇൻപുട്ടും y ആക്സിസിൽ എടുക്കുന്നത് ഔട്ട്പുട്ടുമാണ്. അന്നേരം ഇത് എന്താണ്, ADC അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ആയതുകൊണ്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഔട്ട്പുട്ടാണ്, ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ അനലോഗ് ഇൻപുട്ടാണ്. അനലോഗ് ഇൻപുട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് Vin/V റെഫറൻസ് എന്നായിരിക്കും. ഡിജിറ്റൽ ഔട്ട്പുട്ട് കോഡിനെ ഡിനോട്ട് ചെയ്യുന്നത് D യൂസ് ചെയ്തിട്ടായിരിക്കും, ഡിജിറ്റൽ ഔട്ട്പുട്ട് കോഡ് അല്ലെങ്കിൽ D യൂസ് ചെയ്തിട്ടായിരിക്കും. ഇനി നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ ഉള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ കൊടുത്തിരുന്നത് എന്താണ്, ഔട്ട്പുട്ട് ഏതാണ്, നമുക്ക് ഇവിടെ കൊടുത്തിരുന്നത് അനലോഗ് ഔട്ട്പുട്ടാണ്, ഇവിടെ കൊടുത്തിരുന്നത് ഡാക്ക് അല്ലേ, ഡാക്ക് ആകുമ്പോഴത്തേക്കും ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടറാണ്. അന്നേരം ഡാക്കിൻ്റെ കേസിൽ വരുമ്പോൾ ഇവിടെ എന്താണ്, അനലോഗ് വാല്യൂ ആണ്. എന്ന് വെച്ചാൽ ഇവിടെ Vout/V റെഫറൻസ് ആയിരുന്നു, ഇവിടെ എന്തായിരുന്നു, ഡിജിറ്റൽ ഇൻപുട്ടായിരുന്നു. എന്ന് വെച്ചാൽ എന്താണ്, ഡിജിറ്റൽ ഇൻപുട്ടായിരുന്നു നമ്മളിവിടെ കൊടുത്തിരുന്നത്. ഇതിൻ്റെ കേസിൽ നേരെ തിരിച്ചു വരും, ഡിജിറ്റൽ ഔട്ട്പുട്ടാണ്, ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇനി ഇതിൻ്റെ കേസിൽ സിൻസ് ദ ഇൻപുട്ട് സിഗ്നൽ ഈസ് കണ്ടിന്യൂസ്, നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് അനലോഗ് സിഗ്നലാണ്, അതുകൊണ്ടാണ് സിൻസ് ദ ഇൻപുട്ട് സിഗ്നൽ ഈസ് കണ്ടിന്യൂസ് സിഗ്നൽ ആൻഡ് ഔട്ട്പുട്ട് ഈസ് ഡിസ്ക്രീറ്റ്, ഔട്ട്പുട്ട് കിട്ടുന്നത് എന്താണ്, ഡിജിറ്റൽ സിഗ്നൽ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സിഗ്നലാണ്. അതുകൊണ്ട് ട്രാൻസ്ഫർ കർവ് ഓഫ് ADC റിസംബിൾസ് ദാറ്റ് ഓഫ് എ സ്റ്റെയർ കേസ്, അതുകൊണ്ടാണ് ട്രാൻസ്ഫർ കർവ് ADCയുടെ ട്രാൻസ്ഫർ കർവ് എന്ന് പറയുന്നത് ഏതുപോലെ ഇരിക്കുന്നത്, ഒരു സ്റ്റെയർ കേസ് പോലെ ഇരിക്കുന്നത്. ദ 2n ക്വാണ്ടൈസേഷൻ ലെവൽസ് കറസ്പോണ്ട്സ് ടു ഡിജിറ്റൽ ഔട്ട്പുട്ട് കോഡ് 0 to 7. അന്നേരം ഇവിടെ 2n ക്വാണ്ടൈസേഷൻ ലെവൽസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ 2n ക്വാണ്ടൈസേഷൻ ലെവൽ എന്ന് പറയുന്നത് എന്താണ്, ഡിജിറ്റൽ ഔട്ട്പുട്ട് കോഡ്സ് ആണ്. ഏത് തൊട്ട് ഇതുവരെ ഉള്ളതിൻ്റെ 0 തൊട്ട് 7 വരെ ഉള്ളതിൻ്റെ ഡിജിറ്റൽ ഔട്ട്പുട്ട് കോഡ്സ് ആണ് ഈ 2n ക്വാണ്ടൈസേഷൻ ലെവൽസ് എന്ന് പറയുന്നത്. ഇനി ദ മാക്സിമം ഔട്ട്പുട്ട് ഓഫ് ADC വിൽ ബി 111. ഒരു 8 ബിറ്റ് ആണ്, ഒരു 3 ബിറ്റ് ADC ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 3 ബിറ്റ് ADCയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 111 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കൊടുക്കുന്ന മാക്സിമം ഇൻപുട്ട് എന്ന് പറയുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അനലോഗ് വാല്യൂ എത്രയാണ്, 7, 2/7 അല്ല 7/8 മേളിൽ വരികയാണെങ്കിൽ അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 111 ആയിരിക്കും. 111 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തിന് കറസ്പോണ്ടിങ് ആയിരിക്കും, 111 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8 കറസ്പോണ്ടിങ് ആയിരിക്കും. അതായത് 8 വോൾട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 7/8 കൂടിയിരുന്നാൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടറിൻ്റെ മാക്സിമം വാല്യൂ റീച്ച് ചെയ്യും. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 111 ആയിരിക്കും. ഇനി ഫിഗർ ബി എന്ന് പറയുന്നത്, ഇതിനകത്ത് നമ്മൾ ഫിഗർ ബി കണ്ടായിരുന്നു. ഫിഗർ ബി എന്ന് പറയുന്നത് എറേസ് കേസ്ഡ് ബൈ ക്വാണ്ടൈസേഷൻ. അന്നേരം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിഗർ ബി കാണാം. ഫിഗർ ബി എന്ന് പറയുന്നത് എററാണ്, ക്വാണ്ടൈസേഷൻ എററാണ് ഈ ഫിഗർ ബി എന്ന് പറയുന്നത്. ഇനി ഇതിൽ 1 LSB ഫോർ ദിസ് ADC ഈസ് ഐഡിയൽ സ്റ്റെപ്പ് വിഡ്ത്ത് 1/8 മൾട്ടിപ്പിൾഡ് ബൈ V റെഫറൻസ്. നമ്മൾ നേരത്തെ ഡാക്കിൻ്റെ കേസിൽ പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ ഒരു സ്റ്റെപ്പിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, കണ്ടോ,
ഒരു സ്റ്റെപ്പിൻ്റെ വിഡ്ത്ത് ഇതാണ്ടോ, ഇതാണ് സ്റ്റെപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഒരു സ്റ്റെപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? 1/8 ആണ് അല്ലേ. ഇൻപുട്ടിൻ്റെ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 1/8 ആണ്. ആ 1/8 മൾട്ടിപ്പിൾഡ് ബൈ വി റെഫറൻസ്. അന്നേരം വി എന്ന് പറയുന്നത് 1/8 മൾട്ടിപ്പിൾഡ് ബൈ വി റെഫറൻസ്. വി റെഫറൻസ് 5 ആണെങ്കിൽ വിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിട്ട് മാറും? 1/8 ഇൻറ്റു 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വരും? 0.625 എന്ന് വരും. അന്നേരം 1 LSB എന്ന് പറയുന്നത് മറ്റിടത്ത് നമ്മൾ പഠിച്ച പോലെ തന്നെ 0.625 വോൾട്ടാണ് ഇവിടെയും 1 LSBയുടെ വാല്യൂ എന്ന് പറയുന്നത്. 1 LSB ഈസ് ഈക്വൽ ടു 0.625 എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് അടുത്തത് ക്വാണ്ടൈസേഷൻ എറർ നോക്കാം. സിൻസ് ദ അനലോഗ് ഇൻപുട്ട് ഈസ് ആൻ ഇൻഫിനിറ്റ് വാല്യൂഡ് ക്വാണ്ടിറ്റി and output is a discrete value, an error will be produced as a result of quantization. This error is known as quantization error. എന്ന് വെച്ചാൽ നമ്മളെ എന്താണ് ഇവിടെ അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടറിന് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഒരു അനലോഗ് വാല്യൂ ആണ് അല്ലേ. അനലോഗ് ഇൻപുട്ടാണ് കൊടുക്കുന്നത്. അതേപോലെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രീറ്റ് വാല്യൂ ആണ്. അന്നേരം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എറർ അവിടെ എന്താണ് പ്രോസസ്സ് നടത്തുന്നതെന്ന് വെച്ചാൽ ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അന്നേരം ഈ ക്വാണ്ടൈസേഷൻ മൂലം ഈ ക്വാണ്ടൈസേഷൻ്റെ ഫലമായിട്ട് അവിടെ ഒരു എറർ ജനറേറ്റ് ചെയ്യും. ആ എററിനെയാണ് നമ്മൾ ക്വാണ്ടൈസേഷൻ എറർ എന്ന് പറയുന്നത്. ഇനി ക്വാണ്ടൈസേഷൻ എറർ ഈസ് ഡിഫൈൻഡ് ആസ് the difference between actual analog input and the value of output or staircase. അന്നേരം ക്വാണ്ടൈസേഷൻ എറർ എന്ന് പറയുന്നത് എന്താണ്? എന്തിൻ്റെയൊക്കെ ഡിഫറൻസ് ആണ്? ആക്ച്വൽ അനലോഗ് ഇൻപുട്ടിൻ്റെയും അതേപോലെ സ്റ്റെയർകേസ് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെയും കൂടെ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്വാണ്ടൈസേഷൻ എറർ എന്ന് പറയുന്നത്. ക്വാണ്ടൈസേഷൻ എറർ അതുകൊണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് ആണ്. അതാണ് എഴുതിയിരിക്കുന്നത് QE ഈസ് ഈക്വൽ ടു VIN മൈനസ് V സ്റ്റെയർകേസ് എന്ന് വെച്ചാൽ ഇൻപുട്ട് വോൾട്ടേജിൻ്റെയും സ്റ്റെയർകേസ് വോൾട്ടേജിൻ്റെയും കൂടെ ഡിഫറൻസിനെയാണ് നമ്മൾ ക്വാണ്ടൈസേഷൻ എറർ എന്ന് പറയുന്നത്. വേർ ദ വാല്യൂ ഓഫ് സ്റ്റെയർകേസ് ഔട്ട്പുട്ട് V സ്റ്റെയർകേസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ V സ്റ്റെയർകേസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് D ഇൻറ്റു V റെഫറൻസ് ഡിവൈഡഡ് ബൈ 2⁻n. D എന്ന് പറയുന്നത് എന്താണ്? ഡിജിറ്റൽ ഔട്ട്പുട്ട് കോഡാണ്. അന്നേരം V സ്റ്റെയർകേസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് D ഇൻറ്റു V റെഫറൻസ് ഡിവൈഡഡ് ബൈ 2⁻n, വേർ D ഈസ് ദ വാല്യൂ ഓഫ് ഡിജിറ്റൽ ഔട്ട്പുട്ട്. ഇനി VLSB എന്ന് പറയുന്നത് 1 LSB ഇൻ വോൾട്ടേജ് ആണ്. 1 LSBയുടെ വാല്യൂ അറിയാം നമുക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു LSB എന്ന് പറയുന്നത് 0.625 ആണ്. ഇനി നമുക്ക് ഫിഗർ നോക്കാം. ഈ ക്വാണ്ടൈസേഷൻ്റെ ഫിഗർ നോക്കാം. ഫിഗർ ശ്രദ്ധിക്കുക. ഈ ഫിഗർ അന്നേരം ഇത് ഒരു ക്വാണ്ടൈസേഷൻ്റെ ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. അന്നേരം എന്താ ഈ കൊടുത്തിരിക്കുന്നത് എന്താണ്? നമ്മളെ എന്താണ്? ട്രാൻസ്ഫർ കർവാണ്. ആദ്യം കൊടുത്തിരിക്കുന്നത് ഒരു 3 ബിറ്റ് ADCയുടെ ട്രാൻസ്ഫർ കർവാണ്. ഈ വരച്ചിരിക്കുന്നത് അതിൻ്റെ ക്വാണ്ടൈസേഷൻ എററാണ്. അന്നേരം ഇവിടെ ക്വാണ്ടൈസേഷൻ എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിൻ്റെയൊക്കെ ഡിഫറൻസ് ആണെന്ന് നമ്മൾ പഠിച്ചു. ക്വാണ്ടൈസേഷൻ എറർ എന്ന് പറയുന്നത് ഇൻപുട്ടിൻ്റെയും അതേപോലെ സ്റ്റെയർകേസിൻ്റെയും കൂടെ ഡിഫറൻസിനെയാണ് നമ്മളെന്ന് പറയുന്നത് ക്വാണ്ടൈസേഷൻ എറർ എന്ന് പറയുന്നത്. അന്നേരം നമുക്ക് ഇതിനകത്തുനിന്ന് ക്വാണ്ടൈസേഷൻ എറർ കണ്ടുപിടിക്കാം. അന്നേരം എന്താ നോക്ക്, ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഇൻപുട്ട് എന്ന് പറയുന്നത് ഇതാ നോക്ക്. അന്നേരം ഇതിൻ്റെ കേസിലുള്ള ക്വാണ്ടൈസേഷൻ എറർ എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റിൽ നിന്ന് ഇത് കണ്ടോ, ഈ ഒരു പോയിൻ്റിൽ നിന്ന് ഇതാണ് നമ്മുടെ ഐഡിയൽ ലൈൻ. ഐഡിയൽ ലൈനിൽ നിന്ന് മേളിലോട്ട് എത്രയുണ്ട്, താഴോട്ട് എത്രയുണ്ടെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അന്നേരം ഈ ഒരു പോയിൻ്റിൽ ഐഡിയൽ ലൈനിൽ നിന്ന് മേളിലോട്ട് എത്ര വന്നു? 0.5 വന്നു. അന്നേരം ഇവിടുന്ന് 0യിൽ നിന്ന് 0.5ൽ എത്തി നിൽക്കുന്നു. ഈ ഒരു പോയിൻ്റിൽ എത്രയാണ്? 0.5 ആണ്. എന്നിട്ട് ഇത് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുക അല്ലേ. അന്നേരം ഈ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ആ ഒരു പോർഷനിൽ ഇവിടെ എത്തുമ്പോഴത്തേക്കും അന്നേരം ഇത് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഡോട്ടഡ് ലൈൻ ഉണ്ടല്ലോ. അന്നേരം ഇവിടെ നമ്മൾ ഈ ഡോട്ടഡ് ലൈനിൽ നിന്ന് നമ്മൾ ഈ സ്റ്റെയർ കേസ് കുറയ്ക്കുന്നതാണ് ചെയ്യുന്നത്. ഈ ഒരു പോർഷനിൽ സ്റ്റെയർ കേസിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. ഇവിടെ ഈ ഡോട്ടഡ് ലൈനിൽ നിന്ന് കുറയ്ക്കുകയാണ്. അന്നേരം ഡോട്ടഡ് ലൈൻ ലീനിയറായിട്ട് ഇൻക്രീസ് ചെയ്ത് 0.5 വരെ എത്തുന്നു അല്ലേ. ഇവിടെ 0.5 വരെ എത്തുന്നു. അന്നേരം 0.5 വരെ എത്തുന്നത് നമ്മൾ കാണിക്കുന്നു എന്താണ്? 0 തൊട്ട് 0.5 വരെ എത്തുന്നു.
ഇനി ഈ ഒരു പോയിന്റിൽ വെച്ച് ഇതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂ എന്തായിട്ട് മാറും? ഈക്വലായിട്ട് മാറും. എന്ന് വെച്ചാൽ ഈ ഡോട്ടഡ് ലൈൻ്റെയും ഈ സ്റ്റെയർ കേസിൻ്റെയും വാല്യൂ എന്തായിട്ട് മാറും? ഈക്വലായിട്ട് മാറും. എന്നിട്ട് ഡോട്ടഡ് ലൈനിൽ നിന്ന് ഈക്വൽ അല്ല, ഈ ഒരു പോയിന്റിൽ വരുമ്പോഴത്തേക്കും ഡോട്ടഡ് ലൈൻ്റെ വാല്യൂവിൽ നിന്ന് കുറച്ച് മേളിലായിട്ടായിരിക്കും എന്തിൻ്റെ വരുന്നത്? സ്റ്റെയർ കേസിൻ്റെ വാല്യൂ വരുന്നത്. അന്നേരം ഡോട്ടഡ് ലൈനിൽ നിന്ന് നമ്മുടെ സ്റ്റെയർ കേസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഡോട്ടഡ് ലൈനിൽ നിന്ന് സ്റ്റെയർ കേസ് കുറയ്ക്കുമ്പോൾ ഡോട്ടഡ് ലൈൻ 0.5 വരെ ഇൻക്രീസ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ 0.5 വരെ കാണിച്ചത്. ഈ ഒരു പോയിൻ്റ് എത്തുമ്പോഴത്തേക്കും ഡോട്ടഡ് ലൈനിൽ നിന്ന് കുറയ്ക്കുമ്പോഴത്തേക്കും ഡോട്ടഡ് ലൈനിൽ ഈ വാല്യൂവിൽ നിന്ന് ഇങ്ങനെ പോവുകയാണ്. അതിൽ നിന്നും ഏത് കൂടുതലാണ്? ഇത് കൂടുതലാണ്. അന്നേരം ഈ ഒരു പോയിന്റിൽ വരുമ്പോഴത്തേക്കും ഈ ഒരു പോയിന്റിൽ നിന്ന് ഇത് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും എങ്ങോട്ട് പോകും? -0.5 പോകും അല്ലേ? ഇതല്ലേ കൂടുതൽ, ഇത് കുറവല്ലേ? അന്നേരം ഇതേ മൈനസ് ഇത് ചെയ്യുമ്പോഴത്തേക്കും വാല്യൂ എന്ന് പറയുന്നത് -0.5 പോയി. കണ്ടോ? എന്നിട്ട് നോക്കേ, പിന്നെ ഈ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അന്നേരം ഇത് ഇവിടുന്ന് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ്? ഇതും ഇൻക്രീസ് ചെയ്ത് വരും. ഈ ഒരു പോയിൻ്റ് എത്തുമ്പോഴത്തേക്കും ഇത് രണ്ടും ഈക്വൽ ആവും. എന്ന് വെച്ചാൽ ഈ ഡോട്ടഡ് ലൈനും ഈക്വൽ ആവും, അതേപോലെ സ്റ്റെയർ കേസും ഈക്വൽ ആവും. അന്നേരം അത് പിന്നെയും 0-ലെത്തും. എന്നിട്ട് ഈ പോയിൻ്റ് കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? പിന്നെ ഈ ഡോട്ടഡ് ലൈൻ ഇൻക്രീസ് ചെയ്യും, സ്റ്റെയർ കേസ് കുറയായിട്ടേക്കും. അതാണ് ഇവിടെ ഇങ്ങനെ. അന്നേരം ഇതിൻ്റെ ഒരു കേസിൽ, ഈ ഒരു ഫിഗറിൻ്റെ കേസിൽ ട്രാൻസ്ഫർ കർവ് ഓഫ് 3-ബിറ്റ് ഐഡിയൽ 3-ബിറ്റ് ADCയുടെ കേസിൽ ക്വാണ്ടൈസേഷൻ എറർ എന്ന് പറയുന്നത് 0.5-നും അതേപോലെ -0.5-നും ഇടയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് കാണാൻ പറ്റും. സോ ഈ പറഞ്ഞതിൻ്റെ എക്സ്പ്ലനേഷനാണ്. Quantization error can be generated by subtracting the value of staircase from the dashed line. The result can be seen in figure B. അതാണ് നമ്മൾ ഫിഗർ ബിയിൽ കണ്ടത്. ഇനി the sawtooth waveform is formed centered above 1/2 LSB. Ideal case, the magnitude of quantization error greater than 1 LSB and less than 0. So error would be plus or minus half LSB. നമ്മൾ ക്വാണ്ടൈസേഷൻ എറർ നോട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് 1 LSB. എന്ന് വെച്ചാൽ ക്വാണ്ടൈസേഷൻ എറർ എന്ന് പറയുന്നത് എപ്പോഴും പ്ലസ് ഓർ മൈനസ് ഹാഫ് LSBയുടെ ഇടയിലായിട്ട് നിൽക്കും. 1-ൽ കൂടാനും പാടില്ല, അതേപോലെ 0-ൽ കുറയാനും പാടില്ല.